അപ്പൊ ഈ പ്രജേഷ് ഈ സിനിമയില്ലേ ദ സീക്രട്ട് ഓഫ് വുമൺ, ഈ സിനിമയ്ക്കിലെ അഭിനയത്തിന് ഒരു അവാർഡ് കിട്ടിയില്ലേ? ഏതായിരുന്നു? മികച്ച നടിയായല്ലോ. ചെറിയ കാര്യമാണോ അത്? ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല അഭിനേത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറിയ കാര്യമല്ലേ അത്? ദാദാ സാഹിബ് ഫാൽക്കെ എവിടെ നിൽക്കുന്നു? കേട്ടപ്പോ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. സത്യത്തിൽ ഞാൻ കരഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ അത് കേൾക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ കണ്ണനെ കാണാൻ പോകുമ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഞാനപ്പോൾ ആരടുത്തും പറഞ്ഞില്ല, ഒരാളോടും വിളിച്ച് പറഞ്ഞു. ഞാൻ നേരെ ഫസ്റ്റ് ചെന്ന് ഞാൻ കണ്ണൻ്റെ അടുത്താ പറഞ്ഞേ. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവരാണല്ലോ, എന്നുവെച്ചാൽ ദൈവമാണ് എന്നെ സംബന്ധിച്ചിട്ട്, പോസിറ്റീവാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് എങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രദറിനെ, മാമനെ, എൻ്റെ എല്ലാവരും വിളിച്ച് പറയുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷിച്ചല്ലേ? ഒരുപാട് തിരി അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? താങ്കളെ ഒരു അഭിനേത്രിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വീട്ടില് എൻ്റെ സ്വഭാവം സെക്കൻഡ് വെച്ച് സ്വഭാവം മാറും. എന്നുവെച്ചാ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ചിരിക്കും. അപ്പൊ അമ്മ പറയും, നീ അഭിനയിക്കാൻ പോയിക്കോ, നിനക്ക് അവിടെ നിനക്ക് നല്ല ഇതാണ്, അങ്ങനെ പറയാറുണ്ട് അമ്മ. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തപ്പോ മനസ്സിലാ ഒരു ആഗ്രഹം വന്നത്. അവാർഡ് വാങ്ങിച്ചപ്പോ സ്റ്റേജിൽ ഇത് പറഞ്ഞു അമ്മയ്ക്കായിരുന്നു ഈ ആഗ്രഹം? ഒന്നും പറഞ്ഞില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. നമ്മുടെ സംവിധായകൻ എന്താ പറഞ്ഞു? പ്രജേഷേട്ടന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പടത്തില്. ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷ. അപ്പൊ എന്നെ വിളിച്ചിട്ട് നമ്മുടെ പടത്തിനൊരു അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ക്യാമറയ്ക്കായിരിക്കുന്നു. എന്നുവെച്ചാ ഫോട്ടോഗ്രാഫി നന്നായിട്ടുണ്ട് എൻ്റെ ഒരു ഇതില് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാമറ ആണോ ചോദിച്ചു. അല്ല, സുമയ്ക്കാ. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതിനകത്ത്, അത് സുമയ്ക്കാ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പ്രജേഷ് സാറിനുള്ളതാ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ വെറും ഡ്യൂപ്പായി ഓരോ ലൊക്കേഷനിൽ കയറി ഇറങ്ങി ഇങ്ങനെ ഫൈറ്റ് ഡ്യൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലോ. അപ്പം എനിക്ക് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം തന്നതും എൻ്റെ കൂടെ നിന്ന്, നമ്മളിപ്പോൾ എന്തെങ്കിലും അഭിനയിക്കാൻ ഒരു സീൻ തന്നാൽ പോലും സാർ പറയും, സുമ കൂൾ, ഒന്നും വേണ്ട, സുമയുടെ വീട്ടിൽ എന്താണോ അതങ്ങ് ചെയ്താൽ മതി, അതങ്ങ് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ നമുക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല. നേരത്തെ പരിചയം ഉണ്ടായിരുന്നു സുമയെ? ഇല്ല, ആദ്യമായിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞുള്ള പരിചയമുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇയാൾ ഇങ്ങനെ ഒരു ഡ്യൂപ്പിന്റെ ജോലിയിലേക്ക് പോകുന്നു കേട്ടപ്പം ഒരു ചേട്ടൻ എന്നുള്ളതിലെ അങ്ങയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, അവൾക്ക് അഭിനയിക്കാനാണ് ആഗ്രഹം എന്നറിയാം. പിന്നെ ശശാന്റെ കൂടെ പോണേന്ന് പറയുമ്പോ ഒരു ഫാമിലി ആയിട്ട് അറിയാവുന്ന, പിന്നെ നമുക്ക് കൂടുതൽ ഒരു ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാരണം ഈ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ആളുകൾക്ക് ചിലപ്പം കഠിനമായിട്ടൊക്കെ എഴുതി വെക്കാമല്ലോ, ഇത് നടപ്പിലാക്കല്ലേ പ്രയാസം. അങ്ങനെ സാഹസികമായ സംഘടനകളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ പരിക്കുകൾ പറ്റാം, കൈ ഒടിയാം, കാലൊടിയാം. അത് ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴും പരിക്ക് പറ്റിട്ട് തന്നെ വരാറ്. ഏതൊരു പ്രാവശ്യം പരിക്കില്ലാതെ വന്നിട്ടുള്ള ഒരൊറ്റ സിനിമയും ഇതുവരെ ഇല്ല. റെക്കോർഡ് അങ്ങനെ അത് ഒന്നല്ലെങ്കിൽ തലയ്ക്ക്, അല്ലെങ്കിൽ കാലിന്, അല്ലെങ്കിൽ ഷോളിന്, എവിടെയെങ്കിലൊക്കെ ഒരു ഇടി കിട്ടിയിട്ട് തന്നെയാണ് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുള്ളൂ. വന്നു കഴിഞ്ഞ പിന്നെ ഒരാഴ്ച ഞൊണ്ടി അല്ലെങ്കിൽ കഞ്ഞിയെടുത്ത് കുടിക്കാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്ത വർക്ക് വരുമ്പോ ഇതൊക്കെ ചിലപ്പോൾ ഈ വേദന ഉണ്ടാവും, അതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത്. പിന്നെ അവൾക്ക് അതായിരുന്നു ആഗ്രഹം, പിന്നെ നമ്മള് തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആഗ്രഹമാണല്ലോ അല്ലേ? ഓക്കെ. അല്ല, ഈ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ സീൻസ് ചെയ്തിട്ടുണ്ടോ? കൈ ഒടിഞ്ഞിട്ടുണ്ട്. അത് ഏത് സിനിമയിലായിരുന്നു കൈ ഒടിഞ്ഞ് വീട്ടിലേക്ക് വന്നത്? കൊടൈക്കനാൽ വെച്ചിട്ടൊരു നമ്മുടെ മലയാളം മൂവി തന്നെ. അതിനകത്ത് മരത്തിന്റെ മേളിൽ, വലിയ മരത്തിന്റെ മേളിൽ നിന്നാണോ? ഒരു 20 അടി ഹൈറ്റ്. അത് ഇതുപോലെ വലിച്ചു കയറ്റുമായിരുന്നോ? ഇല്ല, മരത്തിൽ കൂടെ നമ്മൾ കേറി. പിന്നെ ഒരു ക്യാമറ കഴുത്തിലുണ്ടായിരുന്നു. ആ ക്യാമറ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി കേറുന്നതാണ്. അപ്പോ പിക്ക് എന്നിട്ട് സ്ലിപ്പായി താഴെ വീഴുന്നത്. അപ്പൊ ഡമ്മി ക്യാമറ ഇല്ല, ഒറിജിനൽ ക്യാമറ താഴെ പൊട്ടാനും പാടില്ല. താഴെ ബെഡില്ല, ബെഡ് ഇടാൻ പറ്റില്ല, ലോങ് ഷോട്ടാണ്, ബെഡ് വെക്കാൻ പറ്റില്ല. അപ്പോ വേറെ രക്ഷയില്ല. ഞാൻ അപ്പൊ ക്യാമറനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തപ്പോ എന്റെ കൈ ഇത്. അപ്പൊ അതിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞോ? പക്ഷേ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയോ? അത് കൈ ഒടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ചേട്ടൻ പറയുന്ന ഓരോ തവണ വരുമ്പോഴും ഓരോന്ന് ഒടിച്ചു വരും എന്നാണല്ലോ പറയുന്നത്. ചിലപ്പോ ഒടിയോടെ പിന്നെ വീണ്ടും പോകും അടുത്ത് അഭിനയിക്കാൻ. അതൊരാഴ്ചക്കുള്ളില് അത് അല്ല, ഒടിയല്ല, ചതവ് എന്തെങ്കിലും മിക്കതും പറ്റും, മുറിവുകൾ പറ്റും.
ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ ഒരുപാട് നടികളുടെ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് താങ്കളെ എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവരാണ് നമ്മളെ ഡ്യൂപ്പ് ചെയ്തത്, കാര്യം ഇവർക്കാണല്ലോ കൈഡി കിട്ടുക, അങ്ങനെ വിഷമം തോന്നുന്നു? ഒരു വിഷമം തോന്നിയിട്ടില്ല. എനിക്കതൊരു ജോബായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഏതെങ്കിലും നടി, പ്രശസ്ത താരം വന്ന് വെൽ ഡൺ വെൽ ഡൺ മൈ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? മമത മാം, മമത മോഹൻദാസ് വന്ന് പറഞ്ഞു. അവരുടെ ഒരു മൂവി ചെയ്യാൻ വേണ്ടി പോയപ്പോ അതിനകത്ത് കോസ്റ്റ്യൂം ഡ്യൂപ്പ് ഡ്രസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരിട്ട ഡ്രസ്സാണ് എനിക്ക് തന്നത്. അപ്പൊ അവർക്കൊരു വിഷമം, അവരിട്ട ഡ്രസ്സ് എനിക്ക് തരുമ്പോ ഒരു വിഷമം. അപ്പൊ അവർ പറഞ്ഞു അയൺ ചെയ്തിട്ടുണ്ട്, സ്പ്രേ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല മാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാനത് ഇട്ടിട്ട് പോയി. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോഴേക്കും മാം വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ എന്നാ ചോദിച്ചു എൻ്റെ അടുത്ത്. ചവിട്ടി പോകുന്ന ഒരു ബോട്ടിൽ നിന്ന് തല ചുറ്റി താഴേക്ക് വീഴുന്നതാ. അപ്പൊ ഞാനിങ്ങനെ വീണപ്പോ എന്റെ കാല് ആ ബോട്ടിലെ പെഡലില് കുരുങ്ങി, ബോഡി മൊത്തം വെള്ളത്തിന്റെ അടിയിൽ. അപ്പോ ആ ഹീറോ കാലെടുത്ത് വിട്ടപ്പോഴാണ് ഞാൻ അതിന്റെ അടിയിൽ പോയിട്ട് പൊന്തി വന്നത്. അപ്പൊ അത് 2 പ്രാവശ്യം ചെയ്തു. ഇല്ല, കാലോടക്കി. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റിയോ? അത് ഊരി വിട്ടോട് കൂടി ഞാൻ താഴേക്ക് അടി പോയി പൊങ്ങി വന്നു. അപ്പൊ അത് അവരറിഞ്ഞു, മാം അറിഞ്ഞു. അപ്പൊ വന്ന വഴിക്ക് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ, ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ പറഞ്ഞ ഇല്ല എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഈ എനിക്കൊന്ന് അണി റോസിന് വേണ്ടി ഒരു പടത്തിൽ ഡ്യൂപ്പ് ചെയ്തല്ലോ, റിംഗ് മാസ്റ്റർ, ഓർമ്മിക്കുന്നുണ്ടോ? അതെന്തായിരുന്നു സീൻ? ഒരു സ്റ്റെപ്പിൽ കൂടെ ഉരുണ്ടുവരുന്നു. ഓക്കെ, അത് കുറച്ച് റിസ്കി പരിപാടിയായിരുന്നു. നമുക്കൊരു കാര്യം ആദ്യം ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് ചോദിക്കാം അതിനെ കുറിച്ച്. ഓക്കെ, പ്ലേ. നന്നായിട്ട് ഉരുണ്ടു. നല്ല തല പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണല്ലോ. തലയടിച്ചു അല്ലേ? പൊട്ടിയോ? പൊട്ടിയില്ല. അപ്പൊ ഈ സീനൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴേ ഇങ്ങനെ ഉരുണ്ട് താഴെ പോകണം, ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ പോകണം എന്നൊക്കെ കുറെ സ്റ്റെപ്പ് ഉണ്ടല്ലോ. കുറച്ചൊക്കെ ഒരു ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സഹായിക്കുമെങ്കിൽ പോലും ഇതൊക്കെ ഒറിജിനലി ചെയ്തല്ലേ നോക്കൂ, എന്നല്ലേ ഫീൽ ചെയ്യൂ. പേടിയുള്ള ആളാണോ? പേടിയില്ല. എന്താ പേടിയില്ലാത്ത? ആകെ മനുഷ്യർക്കുള്ളൊരു വികാരം അതായിരുന്നു. പേടിയില്ല, എനിക്ക് ചെയ്യാനും പേടിയില്ല. ഇല്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോ ചെയ്യണേക്ക് മുമ്പ് എൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചു കുറച്ച് റിസ്ക് ആണ്, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഡയറക്ടർ വന്നിട്ട് ചോദിച്ചു. ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു നമ്മളിതിനു മുമ്പ് വീണിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇത് പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. അപ്പോഴാണ് പുള്ളി പറഞ്ഞ വന്ന് എന്റെ തല അടിച്ച് കഴിഞ്ഞ് ആ ഷോട്ട് കഴിഞ്ഞ് കയറി വന്നപ്പോ ദിലീപേട്ടൻ വന്നിട്ട് ചോദിച്ചു ഓക്കെ അല്ലേ? ഓക്കെ. ഇതെത്രയാന്ന് ചോദിച്ചു. ഞാൻ 1. ഇതെത്രയാ? 2. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലേ? കുഴപ്പമില്ല, അപ്പൊ ആൾ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു.